ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1576. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതി 115-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തില് അതിന്റെ 9-ാമത്തെ തിരുവചനത്തിലെത്തുമ്പോൾ എന്തുമാത്രം സങ്കടത്തോടും ആത്മഭാരത്തോടുമാകും യേശുവിന്റെ ആ കഠിനവചനം പാവം ഫിലിപ്പോസ് കേട്ടതും ഏറ്റെടുത്തതുമൊക്കെ. ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്തേ എന്നെ അറിയാതെ പോയി? ഏതൊരു മനുഷ്യ ജീവിതത്തിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയവും ദുരന്തവുമാണ് ഒപ്പമുള്ള യേശുവിനെ അറിയാതെ പോകുന്നത്. ഇങ്ങനെ ഒപ്പമുള്ള യേശുവിനെ അറിയാതെ പോകുന്നതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലം എന്താണ്? ഒപ്പമുള്ള ഒരു മനുഷ്യനെ, ഒരു മനുഷ്യജീവിയെ പോലും വേണ്ടതുപോലെ തിരിച്ചറിയാനായിട്ട് എനിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ആ കഴിവ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ദൈവബന്ധം എപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നോ അത്രത്തോളം ഞാൻ അറിയാതെയോ അറിഞ്ഞോ മനുഷ്യരിൽ നിന്ന് ദൂരത്തായി കഴിഞ്ഞു. മനുഷ്യബന്ധങ്ങൾക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിള്ളലുകളുടെയും അകലങ്ങളുടെയും മൂലകാരണം തേടിയാല് അറിഞ്ഞോ അറിയാതെയോ ദൈവവുമായി സംഭവിച്ചത് തന്നെയാണ്. എങ്ങനെയാണ് ഈ തിരുത്തലുകൾ വരുത്തുക? അവനവന്റെ ജീവിതത്തിൽ ഇത് ആവശ്യമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആത്മീയ ഭാഗവും ഭൗതിക ഭാഗവും എന്ന് പറഞ്ഞ് തിരിച്ചാൽ ആദ്യത്തേതിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ മറന്നും വിട്ടും കളഞ്ഞു. പിന്നെ മനുഷ്യബന്ധം എപ്പോഴോ താറുമാറായി കഴിഞ്ഞു. എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണ്ടേ? കടന്നു പോകുന്നതിന് മുമ്പ് നമ്മളൊരു മനുഷ്യനായിരുന്നുവെന്ന് ആർക്കെങ്കിലുമൊക്കെ, അതല്ലെങ്കിൽ ചുറ്റുമുള്ള ഏറ്റവും ചുരുക്കപ്പേർക്കെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ ഒരു മനുഷ്യനായിരുന്നു. അവിടുന്ന് പിന്നീടല്ലേ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് വളരാൻ പറ്റൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനുഷ്യനായേ മതിയാവും. ദൈവം നമ്മളെ അങ്ങനെ മെനഞ്ഞെടുത്തെങ്കിലും രൂപപ്പെടുത്തിയെങ്കിലും അവനവന്റെ സ്വാതന്ത്ര്യത്തിലും വിവേകത്തിലുമുള്ള ജീവിതത്തിൽ ആ മനുഷ്യത്വമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. രൂപവും ഭാവവും ഒക്കെ അവശേഷിക്കുമ്പോഴും ഉള്ളിലുള്ള മനോഭാവമൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് ഒരു യേശു ഭാവത്തിലേക്ക് വരാനായിട്ട്, ഒരു യേശു ബന്ധത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് യേശുവിനെ മാത്രം കൂട്ടുപിടിക്കുകയോ യേശുവിനോട് മാത്രം കൂട്ടുചേരുകയോ ചെയ്താൽ പോരാ, മനുഷ്യനെ നമുക്ക് കൂട്ടുചേർക്കണം. സഹജീവികളെ ചേർത്തണച്ചേ മതിയാവും. അവരിലൂടെയാണ് എന്റെ ദൈവബന്ധം കുറെ കൂടി മുറുകുന്നതും അകലങ്ങളൊക്കെ ഇല്ലാതാവുന്നതും. അത്തരമൊരു നല്ല ദിനത്തെ സ്വപ്നം കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആമേൻ.